പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഒരു നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം ക്ഷീണിച്ച് റൂമിലെത്തി ഒന്ന് നടുനിവർത്തുമ്പോഴാണ് നാട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ കോൾ വരുന്നതെന്ന് കരുതുക. അമ്മ ചോദിക്കുന്നു, മോനെ, നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞേ? വല്ല തിരക്കായിരുന്നോ? എനിക്കിവിടെ ഉറക്കം വരുന്നില്ല. ആ ശബ്ദത്തിലെ ഒരു ഇടർച്ച, ആ ചോദ്യത്തിന്റെ പിന്നിലെ ഒരു സ്നേഹത്തിന്റെ നനവ്, അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ക്ഷീണവും എല്ലാം മറന്ന് അമ്മയുടെ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങളുടെ നെഞ്ചിൽ ഒരു വിങ്ങലായി വന്ന് തറച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണെങ്കിലും ആ അമ്മയുടെ സങ്കടം നിങ്ങളുടെ സ്വന്തം സങ്കടമായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു സംഭവം നോക്കാം. നിങ്ങളുടെ റൂമിൽ താമസിക്കുന്ന സുഹൃത്ത്, അത് ബംഗാളിയോ പാകിസ്ഥാനിയോ ആരുമാകട്ടെ, കുറച്ച് ദിവസമായി അയാൾ ഒരു ഉഷാറില്ല, ആരോടും അധികം സംസാരിക്കുന്നുമില്ല, സാധാരണ തമാശ പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തു പറ്റി ബായി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ആ മൗനത്തിന്റെ പിന്നിലെ ഭാരം, ആ പറയാത്ത വാക്കിന്റെ വേദന, ഒരുപക്ഷെ അവന്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ അനുഗ്രഹങ്ങളിലൊന്നായ എമ്പതി അഥവാ സഹാനുഭൂതിയാണ്. ഇത് സിമ്പതി അഥവാ സഹതാപത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സൂപ്പർ പവറിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കാനും ഈ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്ന എമ്പതിയെക്കുറിച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ എമ്പതി? എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്? അതെങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? നമ്മളിൽ പലരും എമ്പതിയും സിമ്പതിയും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. പ്രശസ്ത ഗവേഷകനായ ബ്രെയിനെ ബ്രൗൺ പറഞ്ഞ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. സിമ്പതി അഥവാ സഹതാപം. നിങ്ങൾ ഒരാൾ കുഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടു എന്ന് കരുതുക. നിങ്ങൾ മുകളിൽ നിന്ന് നോക്കി പറയുന്നു, അയ്യോ കഷ്ടമായി പോയല്ലേ, നിനക്ക് നല്ല വിഷമമുണ്ടോ, താഴെ വല്ലാത്ത ഇരുട്ടാണെന്ന് തോന്നുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ഒരു സഹതാപമുണ്ട്, ഒരു ദയയുണ്ട്. പക്ഷേ നിങ്ങൾ സുരക്ഷിതമായി മുകളിൽ നിൽക്കുകയാണ്. ആ വേദന നിങ്ങളുടേതല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു അകലമുണ്ട്. എന്നാൽ എമ്പതി അഥവാ സഹാനുഭൂതി എന്നാൽ കുഴിയിൽ വീണ് കിടക്കുന്ന ആളെ കണ്ടിട്ട് നിങ്ങൾ ഒരു ഏണി വെച്ച് അവന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവന്റെ തോളിൽ കൈവച്ച് കൂടെ ഇരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ പറയുന്നു, എനിക്കറിയാം ഇവിടെ ഇത്ര ഇരുട്ടാണെന്ന്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതാണ് എമ്പതി. നിങ്ങൾ ആ വേദനയിൽ പങ്കുചേരുകയാണ്. എമ്പതിക്ക് ഒരു വാക്കുകൾ പോലും ആവശ്യമില്ല. ചിലപ്പോൾ ഒരു നോട്ടം, ഒരു തലോടൽ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ കൂടെ ഇരിക്കുന്നത് പോലും ഒരു വലിയ എമ്പതിയാണ്. പ്രവാസ ലോകത്ത് നമുക്ക് വേണ്ടത് സിമ്പതിയല്ല, എമ്പതിയാണ്. അയ്യോ പാവം എന്ന് പറയുന്ന 100 പേരെക്കാൾ നല്ലത് സാരമില്ലടാ നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന ഒരു ഒറ്റ സുഹൃത്താണ്. ഈ എമ്പതി ഒറ്റയടിക്കുണ്ടാകുന്ന ഒരു വികാരമല്ല. മനഃശാസ്ത്രജ്ഞനായ ഡാനിയൽ ഗോൾമാനും പോൾ എക്മാനും ഇതിന് 3 തലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, കോഗ്നിറ്റീവ് എമ്പതി. ഇതാണ് ചിന്താപരമായ എമ്പതി. മറ്റൊരാളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ഭൗതികമായി മനസ്സിലാക്കാനുള്ള കഴിവ്. ഉദാഹരണം, നിങ്ങളുടെ മാനേജർ എപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. അയാൾ ഒരു ദുഷ്ടനാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അയാൾക്ക് മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കോഗ്നിറ്റീവ് എമ്പതിയാണ്. അയാളുടെ വികാരം നിങ്ങൾ അനുഭവിക്കുന്നില്ല, പക്ഷേ അയാളുടെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇത് ചർച്ചകളിലും വിലപേശലുകളിലും വളരെ പ്രധാനമാണ്. 2, ഇമോഷണൽ എമ്പതി. ഇതാണ് നമ്മൾ സാധാരണയായി എമ്പതി എന്ന് വിളിക്കുന്നത്. വൈകാരികമായിട്ടുള്ള എമ്പതി. മറ്റൊരാളുടെ വികാരം അതേപടി നമുക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായും അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായും മാറുന്നു ഇവിടെ. ഉദാഹരണം, നിങ്ങളുടെ സുഹൃത്ത് നാട്ടിലുള്ള കുഞ്ഞിന്റെ ഫോട്ടോ കണ്ട് കരയുമ്പോൾ അറിയാതെ നിങ്ങളുടെ കണ്ണുകളും നിറയുന്നു. സിനിമ കാണുമ്പോൾ നായകൻ വേദനിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലും ഒരു പിടച്ചൽ അനുഭവപ്പെടുന്നു. നമ്മുടെ തലച്ചോറിലെ മീറ്റർ ന്യൂറോണുകൾ എന്ന അത്ഭുതമാണ് ഇതിന് പിന്നിൽ. മറ്റൊരാൾ ഒരു വികാരം പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മൾ തന്നെ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ന്യൂറോണുകൾ നമ്മുടെ തലച്ചോറിൽ ഒരു പ്രതിബിംബം ഉണ്ടാക്കുന്നു. 3, കമ്പാഷനേറ്റീവ് എമ്പതി. ഇതാണ് എമ്പതിയുടെ ഏറ്റവും ഉയർന്ന തലം, ഏറ്റവും പൂർണ്ണമായ തലം. ഇതിന് കരുണ എന്ന് വിളിക്കാം. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തതിനു ശേഷം അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഉദാഹരണം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന റൂംമേറ്റിന്റെ വിഷമം മനസ്സിലാക്കി അയാൾ അറിയാതെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പണം നിങ്ങൾ അയാളുടെ പോക്കറ്റിൽ വെച്ചു കൊടുക്കുന്നത് കമ്പാഷനേറ്റീവ് എമ്പതിയാണ്. ഇവിടെ ചിന്തയെയും വികാരത്തെയും പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുമ്പോൾ മാത്രമേ എമ്പതി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ എത്തുകയുള്ളൂ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കിടയിൽ ഇത് കുറഞ്ഞു വരുന്നത്? പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നത്? അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, തിരക്കും സമ്മർദ്ദവും. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് രാത്രി 10 മണിക്ക് റൂമിലെത്തുന്ന ഒരു പ്രവാസി ടാർഗറ്റ്, ഓവർ ടൈം, മാനേജറുടെ ചീത്തവിളി, സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ലാത്തപ്പോൾ മറ്റൊരാളുടെ വിഷമം കേട്ടിരിക്കാൻ നമ്മൾക്ക് എവിടെയാണ് സമയം? ഈ കടുത്ത മാനസിക സമ്മർദ്ദം നമ്മുടെ എമ്പതിയുടെ ഫ്യൂസ് ഊരിക്കളയും. 2, സോഷ്യൽ മീഡിയ എന്ന ഡിജിറ്റൽ മതിൽ.
നമ്മുടെ ഫോണിലെ വാട്സപ്പ് മെസ്സേജുകൾക്ക് മുഖഭാവങ്ങളില്ല. ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ നമ്മൾ കാണുന്നത് വെറും അക്ഷരങ്ങളെയാണ്, ഒരു മനുഷ്യനെയല്ല. അതുകൊണ്ട് അവിടെ ഇത്രയധികം വിദ്വേഷങ്ങളും ബോഡി ഷെയ്മിങ്ങും പരിഹാസവും നടനമാടുന്നു. മുഖാമുഖം നോക്കി പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കീബോർഡിലൂടെ പറയും. കാരണം അക്ഷരങ്ങൾക്കപ്പുറമുള്ള മനുഷ്യന്റെ വേദന നമ്മൾക്ക് കാണാൻ കഴിയില്ല. 3. സ്വാർത്ഥതയുടെ ലോകം. ഈ മത്സരത്തിന്റെ ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി പോകും. എനിക്ക് ജോലി കിട്ടണം, എനിക്ക് പ്രൊമോഷൻ കിട്ടണം, എന്റെ കാര്യം നടക്കണം. ഈ ഞാൻ, എന്റെ എന്ന ചിന്തയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു. 4. ദുഃഖവാർത്തകളുടെ പ്രളയം. നമ്മൾ ടി വി തുറന്നാൽ, ഫോൺ നോക്കിയാൽ യുദ്ധം, ദുരന്തങ്ങൾ, അപകട മരണങ്ങൾ, അങ്ങനെ ദിവസവും നൂറുകണക്കിന് ദുഃഖവാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാത്തിനോടും പ്രതികരിക്കാൻ കഴിയാതെ നമ്മുടെ തലച്ചോറ് സ്വയം ഒരു ഷട്ടർ ഇടും. ഇതിനെയാണ് കമ്പാഷൻ ഫക്റ്റിംഗ് എന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്നത് ഈ എമ്പതി ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണെന്നാണ്. അത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല എന്നൊക്കെ. അത് തെറ്റാണ്. എമ്പതി ഒരു പേശി പോലെയാണ്. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് ബലപ്പെടും. ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നത് പോലെ ബോധപൂർവമായ പരിശീലനത്തിലൂടെ നമുക്ക് എമ്പതി വളർത്തിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ഈ എമ്പതി എന്നുള്ള മസിൽ ബലപ്പെടാനുള്ള 5 പ്രായോഗിക വഴികൾ ഇതാണ്. ഇന്നു മുതൽ ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കാം. ഒരു നല്ല കേൾവിക്കാരനാകുക. നമ്മളോടൊരാൾ വിഷമം പറയുമ്പോൾ അയാൾക്ക് ഉപദേശം കൊടുക്കാനോ സൊല്യൂഷൻ കൊടുക്കാനോ പോവരുത്. അല്ലെങ്കിൽ ഇതൊക്കെ എന്ത്, എന്റെ പ്രശ്നം കേൾക്ക് എന്ന് പറയാനോ തിടുക്കം കൂട്ടരുത്. ഫോൺ പൂർണ്ണമായും മാറ്റിവെച്ച് അവരുടെ കണ്ണുകളിൽ നോക്കി അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒരു ഉപദേശമായിരിക്കില്ല, അവരെ കേൾക്കാൻ ഒരാളെയായിരിക്കും. 2. നിങ്ങളുടെ ലോകം വലുതാക്കുക. എപ്പോഴും ഒരേ നാട്ടുകാരോട് മാത്രം സംസാരിക്കാതെ മറ്റു രാജ്യക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുക. അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ ഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുക. എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന മിഥ്യാധാരണ ഇവിടെ മാറും. 3. റീഡ്, വാച്ച്, ഇമാജിൻ. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഏറ്റവും നല്ല പരിശീലനമാണ്. നല്ല സിനിമകൾ കാണുന്നതും ഒരു കഥാപാത്രത്തിന്റെ വൈകാരിക ലോകം മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു 5 മിനിറ്റ് അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. 4. ജിജ്ഞാസ. നിങ്ങൾ അടുത്ത തവണ ടാക്സിയിൽ കയറുമ്പോൾ ഡ്രൈവറോട് വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് ജീവിതമെന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാനോട് എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുക. അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള നിങ്ങളുടെ ജിജ്ഞാസ നമ്മളെ കൂടുതൽ തുറന്ന മനസ്സുള്ളവരും എമ്പതിയുള്ളവരാക്കി മാറ്റും. 5. സ്വയം കരുണ കാണിക്കുക. ഈ മറ്റുള്ളവരോട് എമ്പതി കാണിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ നമ്മൾ എമ്പതി കാണിക്കണം. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ പരാജയപ്പെട്ടാൽ സ്വയം മണ്ടൻ അല്ലെങ്കിൽ കൊള്ളരുതാത്തവൻ എന്നൊക്കെ വിളിച്ച് കുറ്റപ്പെടുത്താതെ, സാരമില്ല, മനുഷ്യർക്ക് തെറ്റുപറ്റും, അടുത്ത തവണ ശരിയാക്കാമെന്ന് സ്വയം ആശ്വസിപ്പിക്കുക. സ്വയം സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എമ്പതിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുത്തും. നിങ്ങളുടെ ഭാര്യയുടെ പറയാത്ത സങ്കടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങളുടെ സൗഹൃദങ്ങൾ ആഴമുള്ളതാക്കും. ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരു മികച്ച നേതാവാകും. നിങ്ങളുടെ ടീമിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാനേജരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഏറ്റവും പ്രധാനമായി അത് നിങ്ങളുടെ ഏകാന്തതയില്ലാതെയാക്കും. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ടുള്ള കലഹങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും വർഗീയതയ്ക്കും ഒറ്റപ്പെടലിനുമുള്ള ഏറ്റവും നല്ല മരുന്നാണ് ഈ എമ്പതി. മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ ഈ ലോകം ഇതിലും എത്രയോ മികച്ച സ്നേഹമുള്ള ഒരിടമായി മാറും. ഈ പ്രവാസ ലോകത്ത് നമ്മളാരും ഒറ്റപ്പെട്ട ദ്വീപുകളിലല്ല. നമ്മുടെ ചുറ്റിലും നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും വേദനകളും പ്രതീക്ഷകളുമുള്ള മനുഷ്യരുണ്ട്. അടുത്ത തവണ നിങ്ങൾ അവരെ കാണുമ്പോൾ ഫോണിൽ നിന്ന് തല ഉയർത്തി വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. എങ്ങനെയുണ്ട് എന്ന് ആത്മാർത്ഥമായി ചോദിക്കുക. ആ ഒരു ചെറിയ പുഞ്ചിരി ഒരുപക്ഷെ ആ മനുഷ്യന്റെ ആ ദിവസത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം ആത്യന്തികമായി നമ്മളെല്ലാവരും ഒരേ യാത്രയിലെ സഹയാത്രികരാണ്. ഈ എമ്പതി എന്ന ആ പാലം നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ ഈ മരുഭൂമിയിലെ ജീവിതം പോലും ഒരു പൂന്തോപ്പ് പോലെ മനോഹരമാകും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളിൽ നിന്നും വലിയ എമ്പതി അനുഭവിച്ച ഒരു നിമിഷമുണ്ടെങ്കിൽ ആ കഥ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മടിക്കരുത്.